ലക്ഷ്യമിട്ട് AK ശശീന്ദ്രൻ പക്ഷം നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ NCPയിൽ കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. കൂടുതൽ സംഭവവികാസങ്ങൾക്കുള്ള സാധ്യതയാണ് ഇനിയുള്ള സമയങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത്. ശരത് പവാർ വിളിച്ചാൽ ഉറപ്പായും പോകും. ശരത് പവാർ ആവശ്യപ്പെട്ടാൽ മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറാണ് AK ശശീന്ദ്രൻ. പക്ഷേ അവിടെ നിർണായകമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്നു AK ശശീന്ദ്രൻ എന്നുള്ളതാണ്. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള NCPയിലെ തർക്കത്തിൽ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയെ ലക്ഷ്യം വെക്കുകയാണ് AK ശശീന്ദ്രൻ വിഭാഗം. ചാക്കോ ഇരട്ട പദവി വഹിക്കുന്നു എന്ന വാദമാണ് ശശീന്ദ്രൻ വിഭാഗം ഉന്നയിക്കുന്നത്. ശരത് പവാർ ആവശ്യപ്പെട്ടാൽ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയും. എന്നാൽ പകരം സംസ്ഥാന അധ്യക്ഷ പദവി ആവശ്യപ്പെടാനാണ് തീരുമാനം. ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആണെന്നും രണ്ട് പദവിയും ഒരേ സമയം വഹിക്കാൻ പാടില്ല എന്നുമാണ് AK ശശീന്ദ്രൻ വിഭാഗത്തിന്റെ നിലപാട്. VV അരുൺ ചേർന്നു നമ്മോടൊപ്പം. അരുൺ, NCPയിൽ ഉടലെടുക്കുന്ന പ്രതിസന്ധി അത് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തുണ്ടാകുന്നതിൽ സമാനതകളില്ലാത്തതാകാം. കാരണം മന്ത്രിസ്ഥാനം നിലനിൽക്കെ ആ മന്ത്രി പദവി കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള ഘട്ടത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇതിപ്പോൾ ഈ തീരുമാനം ആരുടെ കോർട്ടിലാണ്? ശരത് പവാർ പൂർണ്ണമായും അതിലൊരു നിലപാട് തീരുമാനത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും NCPയിൽ ആര് മന്ത്രിയാകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വാഭാവികമായി ഉണ്ടാകേണ്ടത് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിൽ നിന്നാണ്. NCP എല്ലാ തർക്കങ്ങൾക്കും അന്തിമ വാക്ക്, പ്രശ്നപരിഹാരം ശരത് പവാറിൽ തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത്ര എളുപ്പമല്ല NCPയിലെ പ്രശ്നങ്ങൾ. കാരണം 2.5 വർഷ കാലാവധി വീതം മന്ത്രിസ്ഥാനം പങ്കിട്ടെടുക്കാമെന്നൊരു ധാരണ NCPയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ എന്ന വാദമാണ് തോമസ് കെ തോമസ്, കുട്ടനാട് MLA മുന്നോട്ട് വയ്ക്കുന്നത്. 2 MLAമാരാണ് NCPക്ക് ഉള്ളത്. അതിൽ 2.5 വർഷം വീതം പങ്കിട്ടെടുക്കാം. എന്നാൽ അത്തരമൊരു ധാരണയില്ല എന്ന നിലപാടാണ് AK ശശീന്ദ്രൻ ഇപ്പോഴും സ്വീകരിക്കുന്നത്. കുറച്ചുകാലം മുമ്പ് വരെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ PC ചാക്കോ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. ശശീന്ദ്രനൊപ്പം ഉറച്ചു നിന്ന ചാക്കോ ഇപ്പോൾ തോമസ് കെ തോമസിന് വേണ്ടി ശക്തമായി വാദിക്കുന്നു. അവിടെയാണ് നാളത്തെ ശരത് പവാറുമായുള്ള മുംബൈ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ച പ്രസക്തമാകുന്നത്. സംസ്ഥാനത്ത് ഒരു മന്ത്രി NCPക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇപ്പോൾ NCPക്ക് സംസ്ഥാന മന്ത്രിസഭകളിൽ അംഗത്വമില്ല. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്ത് ഇപ്പോഴുള്ള മന്ത്രിയെ മാറ്റിയാൽ പകരം മന്ത്രി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകേണ്ട ബാധ്യത കൂടി NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കുണ്ട്. അതായത് ശശീന്ദ്രൻ പവാർ പറഞ്ഞാൽ മാറുമ്പോൾ 2 കാര്യങ്ങളാണ് ശശീന്ദ്രൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ പാർട്ടി അധ്യക്ഷസ്ഥാനം തനിക്ക് നൽകണം എന്ന് ശശീന്ദ്രൻ ആവശ്യപ്പെടും. അതിന് കാരണം PC ചാക്കോ ഇപ്പോൾ NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. അതായത് 2 വർക്കിംഗ് പ്രസിഡന്റുമാരാണ് ദേശീയ തലത്തിൽ NCPക്കുള്ളത്. ഒന്ന് സുപ്രിയ സുലെയാണ്, മറ്റൊന്ന് PC ചാക്കോയാണ്. PC ചാക്കോ സംസ്ഥാന പ്രസിഡന്റ് പദവിയും ദേശീയ പ്രസിഡന്റ് പദവിയും ഒരേ സമയം വഹിക്കുന്നയാളാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും 2 ഉപതെരഞ്ഞെടുപ്പുകളും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലും മുഴുവൻ സമയ പ്രസിഡന്റ് വേണം. ഈ ആവശ്യമാണ് ഇപ്പോൾ ശശീന്ദ്രൻ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാണ്. മന്ത്രിസ്ഥാനത്ത് മാറ്റണമെന്ന തോമസ് കെ തോമസിന്റെ ആവശ്യത്തിനൊപ്പമാണ് പവാറിന് മുന്നിലും PC ചാക്കോ നിൽക്കുകയെങ്കിൽ ഈ ഒരു വാദം അവർ മുന്നോട്ട് വയ്ക്കും. അങ്ങനെയെങ്കിൽ ശശീന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ വഴിയൊരുങ്ങും. മന്ത്രിസ്ഥാനം മാറിയാലും PC ചാക്കോയ്ക്ക് മാറേണ്ടിയും വരും. അത്തരമൊരു തന്ത്രമാണിപ്പോൾ ശശീന്ദ്രൻ വിഭാഗം സ്വീകരിക്കുന്നത്. മറ്റൊന്ന്, ശശീന്ദ്രൻ പറയാൻ പോകുന്നത് ഇപ്പോൾ 3.5 വർഷം പിന്നിടുന്നു രണ്ടാം പിണറായി മന്ത്രിസഭ. ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാന മാറ്റം CPM ആഗ്രഹിക്കുന്നില്ല, മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ഒരു മന്ത്രിയെ മാറ്റിക്കൊണ്ടുള്ള പരീക്ഷണങ്ങൾക്കും വകുപ്പ് മാറ്റങ്ങൾക്കും ഒന്നും CPM താല്പര്യപ്പെടുന്നില്ല. പക്ഷേ NCPയുടെ നേതൃത്വം ആവശ്യപ്പെട്ട ഒരു പക്ഷേ അതിന് വഴങ്ങേണ്ടി വരും, മുന്നണി മര്യാദയുടെ പേരിലും ബന്ധങ്ങളുടെ പേരിലുമൊക്കെ. അങ്ങനെ മാറിയാൽ പോലും ഇപ്പോഴുള്ള വനം ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ NCPക്ക് തന്നെ നൽകാൻ CPM തയ്യാറാകുമോ? അത്തരമൊരു ഉറപ്പ് അവിടെയാണ് ഒരു പ്രശ്നം. CPMന് AK ശശീന്ദ്രനിൽ തന്നെ താല്പര്യം നിലനിൽക്കുക. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ മന്ത്രിസ്ഥാനം അത് ഇപ്പോൾ തോമസ് കെ തോമസിന് നൽകാൻ തയ്യാറാകുകയാണെന്ന് കരുതുക, മുന്നണി മര്യാദ പാലിച്ച്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കുമെന്നുള്ള ഉറപ്പ് NCPക്ക് ഇല്ലല്ലോ. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കണ്ടേ ശരത് പവാർ? തീർച്ചയായിട്ടും ഒരു മന്ത്രിസ്ഥാനം മാറ്റം NCPക്കുള്ള മന്ത്രി തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വകുപ്പുകളിലൊക്കെ CPM ഒന്ന് ഇടതുമുന്നണി ചർച്ച ചെയ്യണം. ഇടതുമുന്നണി ചർച്ച ചെയ്യുമ്പോൾ CPM അവരുടെ നിലപാട് അറിയിക്കണം. വകുപ്പുകളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കണം. ഒരു പ്രശ്നം കൂടി CPMനും ഇടതുമുന്നണിക്ക് മുമ്പിലുള്ളത്, അങ്ങനെ ഒരു മന്ത്രിസഭയിലേക്ക് ഒരു മാറ്റമൊക്കെ വരുത്താൻ വീണ്ടും തയ്യാറായാൽ
അവിടെ വലിയൊരു ക്ലെയിം സർക്കാർ CPI മുന്നിലുണ്ട്. അത് RJDയുടെയാണ്. ഒരു MLA എങ്കിലുമുള്ള എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം നൽകിയിട്ടും നേരത്തെ ലോക് താന്ത്രിക് ജനതാദളായിരുന്ന ഇപ്പോഴത്തെ RJD KP മോഹനന് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട നേരത്തെയുള്ള നിലപാടല്ല, ഇപ്പോൾ കടുത്ത നിലപാട് തന്നെയാണ് RJD സ്വീകരിക്കുന്നത്. KP മോഹനെ മന്ത്രി